ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ബിന്ദു ശ്രീകുമാറാണ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഭയങ്കര സന്തോഷമാണല്ലോ. ഹാപ്പിയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മള് ജന ഔഷധി അല്ലേ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അല്ലേ? അത് അലോപ്പതിയുണ്ട്, ജനൌഷധി, പിന്നെ അത് കൂടാതെ ഇപ്പോ നമ്മള് ഇപ്പൊ നമ്മളുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും എടപ്പള്ളി ബാങ്ക് ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള അത് ശരിക്കും നാഷണൽ ബിൽഡിംഗ് അല്ലേ? എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട്? 9 കൊല്ലമായി. 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതൊരു നല്ലൊരു പ്രോജക്റ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഹസ്ബൻഡ് ലിബിയയിലായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ വി പ്ലാൻ ലൈക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നോക്കിയിരുന്നപ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് കണ്ടത്. അപ്പോൾ സോ വി അപ്ലൈ ചെയ്തിട്ട് ലൈക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ നോർമൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്ന മെഡിസിനേക്കാട്ടിലും 60 to 80% റേറ്റ് ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമറിന് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഇപ്പൊ മേ ബി ലൈക്ക് പെർ മന്ത് അവരൊരു 8,000 15,000 റേഞ്ചിൽ മെഡിസിൻ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജനൌഷധി ത്രൂ കൊടുക്കുന്നത് ആ റേറ്റ് ആ സെയിം മെഡിസിൻസിന്റെ ജനറിക് കണ്ടന്റ് ആണ്. കെമിക്കൽ കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആ ഡ്രഗ്സിന് ഏകദേശം ഒരു മാസം അവർക്ക് 6,000 to 8,000 കട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് അവരുടെ എവറി മന്ത് സ്പെൻഡിങ്ങിൽ നമ്മൾക്ക് അതൊരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു നല്ലൊരു ഇന്റൻഷനിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. സർവീസ് എന്ന് പറയുന്നത് ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്യോർലി സർവീസ് അല്ല, അറ്റ് ദ സെയിം ടൈം നമുക്ക് നടത്തിക്കൊണ്ട് പോവാൻ വേണം. അപ്പോൾ അതും എറണാകുളം പോലത്തെ ഒരു സിറ്റിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എവറി മന്ത് റോൾ ചെയ്യാന്ന് പറയുന്നതും കുറച്ച് ടാസ്ക് ആണ്. ബിക്കോസ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. ഇപ്പൊ ബ്രാൻഡഡ് മെഡിസിൻസ് ഉണ്ട്, ജനറിക്കിന് തന്നെ ഒരുപാട് സ്റ്റോറുകളുണ്ട്, പിന്നെ 24 hours വർക്ക് ചെയ്യണ സ്റ്റോറുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ പിടിച്ചു നിന്ന് പോകുന്നത് തന്നെ അല്ല. ഇപ്പൊ ഈ 9 വർഷമായിട്ട് നമ്മളത് എന്താ പറയാ, ഓരോ വർഷം തോറും നമ്മളത് ഡെവലപ്പ് ചെയ്തു അല്ലേ? അത് തീർച്ചയായിട്ടും അത് ബിന്ദു മേഡത്തിന്റെ ഒരു എന്താ പറയാ എന്റെ മാത്രം എന്റെ ഫാമിലി സപ്പോർട്ട് അതെ ഫാമിലി സപ്പോർട്ടും ഉണ്ട്. അതെ അതെ. അതുകൂടാണ്ട് എനിക്ക് പണ്ട് തുടങ്ങിയ ബിസിനസിനോട് ഒരു എന്തോ ഒരു പാഷൻ ഉണ്ടായിരുന്നു. എന്തിലും ഞാനൊരു ബിസിനസിനെ കുറിച്ചാണ് എന്റെ മനസ്സിൽ. ഞാൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് എന്റെ കരിയറിൽ ഒരു 15 to 20 years ഞാൻ ചെമ്മനൂർ ഗ്രൂപ്പിന്റെ ചെമ്മനൂർ അക്കാഡമി സൈഡിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പോഴും അവിടെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി എനിക്ക്. ലൈക്ക് എനിക്ക് അവിടെ എന്റേതായ ഫ്രീഡത്തിൽ എനിക്ക് ആ ഒരു 8 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അവർക്ക് ആ ബ്രാഞ്ചസ് കൺട്രോൾ ചെയ്യാനും അതിന്റെ ഓപ്പറേഷൻസ് ആയിട്ട് ഞാനൊരു 15 years വർക്ക് ചെയ്തു. മറ്റുള്ള മെഡിക്കൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വ്യത്യാസം? ഇത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മെഡിസിൻസ് ആണ് ഇത് വരുന്നത്. അത് അവരെന്തോ ജനറിക് നെയിമിലാണ് നമ്മുടെ മെഡിസിൻസ്, പേരുണ്ടാവില്ല, ജനറിക് നെയിം ആയിരിക്കും. ഇപ്പോൾ കോമ്പിനേഷൻ ഡ്രഗ് ആണെങ്കിൽ കൂടെ അതിൻ്റെ കോമ്പിനേഷനും സ്ട്രെങ്ത്തും എല്ലാം പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആണ് നമുക്ക് സപ്ലൈ കിട്ടുന്നത്. അപ്പം ഇത് സെയിം ആയിരിക്കും. ഇപ്പോൾ ബ്രാൻഡഡ് കമ്പനീസ് ഇറക്കുന്ന മെഡിസിൻ്റെ സെയിം കോമ്പിനേഷനും സ്ട്രെങ്ത്തും എല്ലാം ആയിരിക്കും. പക്ഷേ വളരെ വില വ്യത്യാസം ഉണ്ടാവും, പാക്കിംഗ് ഡിഫറൻസ് ഉണ്ടാവും. മേ ബി പാക്കിങ്ങിലും അവരുടെ ഈ എന്താ പറയുക ഫോർമേഷനിലും ഉണ്ടാവുന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇത് ബ്രാൻഡഡ് കമ്പനീസ് ഇറക്കി വരുമ്പോൾ അവരുടെ പാക്കിങ് അല്ലെങ്കിൽ കുറച്ച് ആർഭാടത്തിലുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് റേറ്റ് വ്യത്യാസം. നമ്മളുടെ അതല്ല, ഗവൺമെന്റിന്റെ മെഡിസിൻസ്, ഇപ്പൊ കേരള ഗവൺമെന്റ് മെഡിസിൻസ് ഇറക്കുന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ വരുന്ന മെഡിസിൻസിന് വളരെ കുറഞ്ഞ റേറ്റിലാണ്. മേ ബി ലൈക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ അതില് ഇപ്പൊ മന്ത്ലി ഒരു 15,000 ഒക്കെ അല്ലെങ്കിൽ 8,000 15,000 ഒക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നവര് ബ്രാൻഡഡ് മെഡിസിൻസിൽ അവർ ജനറിക് എടുക്കുമ്പോൾ നല്ല വില വ്യത്യാസമുണ്ട്. ജനറിക് ഇൻ ദ സെൻസ് ജനൌഷധിയുടെ അതൊരു മന്ത്ലി അവർക്ക് ഒരു മെഡിസിൻ്റെ പുറത്തുനിന്ന് അവർക്ക് 60 to 80%
വിലയുടെ ഡിഫറൻസ് ഓ ഉണ്ട്, അത്രയും വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആളുകളൊക്കെ അപ്പോൾ ഒരു മാസത്തേക്കുള്ള എക്സ്പെൻസ് ഒക്കെ അവർക്ക് വളരെ കുറഞ്ഞ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതും പ്ലസ് അതിന് പല ആളുകൾക്ക് വേർഷൻസ് ഉണ്ടാക്കുന്നത് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി എല്ലാം സെയിം തന്നെയാണ്, ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നില്ല. ബിക്കോസ് ആ പറയുന്ന കെമിക്കൽ കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റ് ആണ്. പാക്കിങ്ങിൽ മാത്രം വരുന്ന ക്വാളിറ്റി ചെക്കിങ്ങും എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങും എല്ലാം നടത്തി തന്നെയാണ് നമ്മുടെ മെഡിസിൻസും വരുന്നത്. പിന്നെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ബ്രാൻഡിന്റെ പേരായിരിക്കും അധികവും വരുന്നത്. ഇപ്പൊ റൂള് വന്നിട്ടുണ്ട്, ഒരുപാട് ജനറിക് നെയിമും കൂടെ അതിന്റെ കൂടെ എഴുതണം എന്നൊക്കെ പല ഡോക്ടേഴ്സും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പേര് നോക്കിയാണ് കസ്റ്റമറും വരിക. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് ഇതിന്റെ കോമ്പിനേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മളത് കസ്റ്റമർ പേഷ്യൻസ് വരുമ്പോഴാണെങ്കിലും പല പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോഴും നമ്മളുടെ തുടക്കത്തിൽ ഞങ്ങൾക്കിതൊരു ടാസ്ക് ആയിരുന്നു. ബിക്കോസ് എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യണ പോലെയായിരുന്നു. ഓരോ മെഡിസിൻസ് കൊടുക്കുമ്പോഴും അവർക്ക് പേടിയാണ്, അയ്യോ ഞങ്ങൾ ഇതല്ല കഴിച്ചിരുന്നത്. പേഷ്യൻസിനെ സംബന്ധിച്ച് അവര് കളറായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും അവർക്ക് ഓർമ്മ ഉണ്ടാവും, അതിൽ വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇതിന് ഞാൻ കൊടുക്കുന്ന ഫോമല്ലേ, ഷേപ്പ് അല്ലെങ്കിൽ കളർ അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ആളുകൾക്കൊക്കെ നമ്മളെക്കാട്ടിലും കൂടുതൽ അറിയാം എന്നുള്ള പോലെ ആയി. അതുകൊണ്ട് പേടിയില്ല. അതെ, അതിപ്പോ വരുന്ന കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ തുടക്കത്തിലുള്ള കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് ഇപ്പോഴും നമ്മുടെ അടുത്ത് റെഗുലർ ആയിട്ട് വരുന്ന. പിന്നെ അവർക്ക് ഒരു കംപ്ലൈൻസ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ചെറിയ ചെറിയ ഇഷ്യൂസ് ചിലപ്പോ ഈ പറഞ്ഞ പോലെ പാക്കിംഗ് എയർ കയറുമ്പോഴേക്ക് ഈ മെഡിസിന്റെ ചിലപ്പോ അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് അല്ലാണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇതുവരെ പലർക്കും ഷുഗറിന്റെ ഇത് കഴിച്ചിട്ട് കുറഞ്ഞ് നമ്മുടെ ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഷുഗറിന്റെ മെഡിസിൻ റെഗുലർ യൂസ് ചെയ്യണത് ജനൌഷധി യൂസ് ചെയ്തിട്ട് വളരെ നോർമലായി അവർക്ക് മെഡിസിൻ സ്ട്രെങ്ത് കുറച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് പലർക്കും. അപ്പൊ ക്വാളിറ്റിയുടെ ഇഷ്യൂ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഡ്രഗ് തന്നെയാണ് കൊടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുള്ള ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യണേക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ അതിൽ കൂടുതൽ നമുക്ക് ഗവൺമെന്റിനെ ട്രസ്റ്റ് ചെയ്യാം. കാരണം അവർക്ക് ഭയങ്കര ഒരു ലാഭത്തിന് വേണ്ടി ഒന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടി ഇറക്കുന്ന ഡ്രഗ്. അതുപോലെ നമ്മളിപ്പോ ഒരു ഏത് ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ് അല്ലേ? എത്രത്തോളമാണ് ഈ കോമ്പറ്റീഷൻ എങ്ങനെ ബാലൻസ് ചെയ്ത്? കോമ്പറ്റീഷനാണ്. അതായത് അത് ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരുപാട് നെഗറ്റീവ്. ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല, അത് കഴിഞ്ഞും പോകും ചിലപ്പോൾ. ഹെൽത്തി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യണം. പക്ഷെ ഇതല്ല, ഒരുപാട് നെഗറ്റീവ് സൈഡിലുള്ള. കാരണം വേറൊരു അപ്പുറത്ത് ചെല്ലുമ്പോൾ നെഗറ്റീവ് പറയാതെ, അതുകൊണ്ടാണ് ഇപ്പോഴും അത് നിന്നിട്ടൊന്നുമില്ല. ഉണ്ടാവും. അത് നമ്മൾ അതിനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും ആ കസ്റ്റമറിനെ അവരെ നന്നായി ഹാപ്പി ആയിട്ട് വിടുക. അവർ റേറ്റ് കുറയുക, അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള മരുന്ന് തന്നെ കൊടുക്കുന്നത്, ഒരു ഇഷ്യൂസ് ഇല്ലാണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതുകൊണ്ട് ഇവിടുത്തെ ഡ്രഗ് ബ്രാൻഡഡ് നെയിം കൊണ്ട് വന്നാലും നമ്മളത് എന്താണ് അതിന്റെ കോമ്പിനേഷൻ സെർച്ച് ചെയ്ത്, അറിയില്ലെങ്കിൽ പുതിയ ഡ്രഗ്സ് ചിലപ്പോൾ ഇറങ്ങാം. അപ്പൊ അതുപോലെ നമ്മൾ സെർച്ച് ചെയ്തിട്ടും ക്വാണ്ടിറ്റി സ്ട്രെങ്ത്തും ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂസും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനിപ്പോ ഇവരോട് പറയും, കൊടുത്തില്ലെങ്കിലും വിരോധമില്ല, തെറ്റിക്കരുത്. ബിക്കോസ് നമ്മൾ ഒരാളുടെ ലൈഫ് വെച്ചാണ്. അതൊരു ബിസിനസ് ആയിട്ട് എനിക്ക് എല്ലാം സെയിൽ ചെയ്തോ എന്ന് പറയാൻ. അത് മാത്രമല്ല, അതല്ല അതുപോലത്തെ ഒരു അതുപോലെ തന്നെ ഈ നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫിന് നമ്മളൊരു ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അവര് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മാഡം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കുക, അവരെ കൂടുതൽ പ്രഷറൈസ് ചെയ്ത് അവര് ഹാൻഡിൽ ചെയ്യുന്ന ഡ്രഗ്സ് മെഡിസിൻസ് ആണ്. എന്തെങ്കിലും അവർക്ക് ഒരു ഇത് മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പൊ ആ ഒരു തെറ്റ് പോലും വരരുത്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പോലും അവർക്ക്
മാക്സിമം കൊടുക്കാവുന്ന മെന്റൽ സപ്പോർട്ട് ഉൾപ്പെടെ കൊടുത്താലേ അത് നമുക്കത് പിന്നെ നമ്മൾക്കും efficient അത് ആവാൻ അത്രേ ഉള്ളൂ. അത് അല്ല, നമ്മുടെ സ്ഥാപനത്തിലൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതാണ് എന്നാലേ നമുക്ക് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ 9 വർഷമായിട്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആണെങ്കിലും അവർ വരുന്ന കസ്റ്റമർ എങ്ങനെ അവര് റിലൈ ചെയ്യണം, നമ്മള് റിലയബിൾ ആകണം. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയെന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും അതിൽ എത്തിക്സ് വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്തിക്കലാണ്, അല്ലാണ്ട് ഒരാളെ ഹാം ചെയ്യാനല്ല. നമ്മളത് ട്രാൻസ്പെറൻറ്റും ആവണം. നമ്മളിപ്പോൾ എന്ത് സർവീസ് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും അതിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്കും നമ്മളോടൊരു ബന്ധം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ കൂടെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരുപാട് മാർക്കറ്റിംഗ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മെഡിസിൻ ഫീൽഡാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അവർ വിശ്വസിക്കണം. നാളെ വന്നാലും ഈവൻ മെഡിസിൻ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ എമർജൻസി ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ഹോം ഡെലിവറീസ് ഉണ്ട് നമുക്ക്. അപ്പൊ അവർക്ക് ഹോം ഡെലിവറി എത്ര കിലോമീറ്റർ വരെ പോകും? നമ്മള് കിലോമീറ്റർ 3 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും നമ്മൾ കൊറിയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ആരോടും നമ്മൾ ഇല്ലാന്ന് പറയാറില്ല. ഇപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ ഓർഡർ ആക്കിയില്ലെങ്കിൽ കൂടെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണെങ്കിലും അത് എങ്ങനെയെങ്കിലും വരുത്തിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കും. ഈവൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തതൊക്കെ നമ്മൾ മാക്സിമം 80 to 90% നമ്മൾ അതിൽ എന്താ പറയുക, ഞാൻ അതിൽ അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ. നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുത്താൽ നമ്മളത് ഡെലിവറി ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലയബിലിറ്റി പോകും. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് പോന്നേക്കണം. അത് ഈവൻ ആയുർവേദത്തിലായാലും നല്ല സാധനങ്ങൾ കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കമ്മിറ്റ് ചെയ്താൽ ഞാൻ ഇന്ന ദിവസം തരാം അല്ലെങ്കിൽ ഇത് തരാം എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തിരിക്കും. ഇനി അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് അല്ലെങ്കിൽ അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിപ്പോയി, അത് എത്തിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അവരുടെ അടുത്ത്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാം 100% നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 90% നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് അത്രയും എന്തായാലും ചെയ്യാൻ പറ്റും. അത് ഓവർ ദ ഇയേഴ്സ്, ഈ ഒരു 9 years കൊണ്ട് നമ്മൾ അത്യാവശ്യം മാർക്കറ്റിലുള്ള എന്തൊക്കെയാണോ പ്രോഡക്ട്സ് എവിടേക്കാണോ എന്ന് നമുക്ക് അറിയാം. പിന്നെ അതല്ല, നമ്മള് ഓരോ ഇപ്പൊ ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ അല്ലേ, നമുക്ക് അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മള് അല്ലേ. നമ്മള് ഓരോരോ സംഭവങ്ങള് നമ്മള് പുറത്ത് ഇപ്പൊ മാഡം ഇത്രയും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസും കൂടി കൂടാതെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അപ്ഡേഷൻ ചെയ്യേണ്ടത് നല്ലത് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേഷൻസ് എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ മാസവും പുതിയ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പുറത്താവും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ അതിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതിലെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ? എനിക്ക് ഭയങ്കര ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബിക്കോസ് അത് വലിയൊരു എന്താ പറയാ, എനിക്കൊരു ലൈഫിൽ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. മെച്യൂരിറ്റി ലെവൽ ആയിക്കോട്ടെ, എൻ്റെ കാഴ്ചപ്പാട് തന്നെ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ എൻ്റെ കാഴ്ചപ്പാടും ഇപ്പോഴത്തെ ലെവലും ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ആവാറുണ്ട്. പണ്ട് ഞാൻ ഇത്ര കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇതിൽ അറിയപ്പെടാൻ മനസ്സിലായത്. അതെനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്ത് അവരുടെയൊക്കെ തണലിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് അറിയില്ല. ധൈര്യമായി. ഇപ്പോ ജന ഔഷധിയെ കുറിച്ചാണ് നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ചത്. അതുകൂടാതെ ഇപ്പൊ പുതിയൊരു സെക്ഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എന്തൊക്കെയാണ് അവിടെ? ഇത് ആയുർവേദ ഔഷധി ഔട്ട്ലെറ്റ് ആണ്. ഔഷധി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയുർവേദിക് മെഡിസിൻസിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അല്ലേ, രണ്ടും കൂടിയാണോ അല്ലേ? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡീലറാണ്, മെഡിസിൻ ഡീലറാണ്. അതിന്റെ കൂടെ ഇപ്പൊ നമ്മളൊരു മെഡിസിൻ മാത്രം നമുക്ക് ഇതാവില്ല, വർക്ക് ആവില്ല.
അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കോസ്മെറ്റിക്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ആയുർവേദ കോസ്മെറ്റോളജിയിലാണ് നമ്മൾ ഇപ്പൊ കൂടുതലും സ്പെഷ്യലൈസ് കോസ്മെറ്റോളജിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ എല്ലാവരും. അതെ, അത് കുറച്ച് സേഫ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാനാണ് ആയുർവേദം നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അതിലിവിടെ വരുമ്പോഴത്തേക്ക് മെലാസ്മ, ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ ഇപ്പൊ നമ്മുടെ ഫേസ് ട്രീറ്റ്മെന്റ്സും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ജനറൽ കൺസൾട്ടേഷൻസും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആയുർവേദിക് മെഡിസിൻ്റെ കൺസൾട്ടേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അപ്പോൾ ഒരു പ്രയോർ അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ 10 to 7 ആണ് വർക്കിംഗ്. 2 ജനൌഷധി അതെ, ഔഷധി അതെ, 10 to 7 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇപ്പം ഡോക്ടറെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് ടൈം പറഞ്ഞാൽ അത് അവരെ അവൈലബിൾ ആയിരിക്കും. അപ്പം അതനുസരിച്ച് പിന്നെ അത് കൂടാണ്ട് നമ്മൾക്കിപ്പോൾ വീടുകളിൽ പോയിട്ട് പലരും എന്താ പറയുക ജെറിയാട്രിക് കെയർ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീടുകളിൽ പോയിട്ടുള്ള നമ്മൾക്ക് ട്രീറ്റ്മെന്റ്സ് ആയുർവേദിക്കില്ല, അതിനും നമ്മൾ ഫെസിലിറ്റി ഉണ്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ഔഷധി തുടങ്ങിയിട്ട് ഒരു 7 months ആയിട്ടുള്ളൂ. പക്ഷേ വീടുകൾ നമുക്ക് ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ചുള്ള അത്രയും ഇല്ല. അപ്പം ഇവിടെ വന്നിട്ട് ഇൻ ഹൗസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഔട്ട്സൈഡ് ഇപ്പോൾ അവർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് ഡോക്ടറും വിസിറ്റ് ചെയ്യും, വേണമെങ്കിലും വീട്ടിൽ വിസിറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ്സിനാണെങ്കിലും അവർ ഈ നമ്മുടെ തെറാപ്പിസ്റ്റുകളുണ്ട്, അവരവിടെ പോയിട്ട് തെറാപ്പി ചെയ്യാം. എത്ര ഡേയ്സ് ആണോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അതിനുള്ള ഇതുമുണ്ട്. ഇതിനാണെങ്കിലും വിളിച്ചു പറഞ്ഞാല് ഹോം ഡെലിവറി നമ്മൾ ആയുർവേദമാണെങ്കിലും കൊടുക്കും. പിന്നെ കൊറിയർ അയച്ചു കൊടുക്കും. ഇപ്പൊ നമുക്ക് അബ്രോഡ് ആയുർവേദിക്കിന് അബ്രോഡ് ഉണ്ട്, ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട്. ഞങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസും ഉണ്ട്. അപ്പൊ കാണുന്ന പ്രേക്ഷകരോടൊന്ന് മാഡം ഒന്ന് അതെ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. മെഡിസിൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. ഈവൻ നമ്മൾ US-ലോട്ടൊക്കെ നമ്മൾ കൊറിയർ അയക്കാറുണ്ട്. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ? എവിടെ നിന്നാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലേ? അത് വളരെ ആയുർവേദം നമുക്ക് അത്യാവശ്യം എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ ഇത് നന്നായിട്ട് ഗ്രോ ചെയ്തെടുക്കണം, നന്നായിട്ട് കയറ്റി കൊണ്ടുവരണം. അതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ ബിന്ദു മാഡത്തിന്റെ ഇത്രയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. എന്താണ് നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്? നമ്മൾ എന്ത് ചെയ്താലും അത് ഫുൾ ഹാർട്ട് ആൻഡ് സോൾ അതിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക അതിൻ്റെ ഔട്ട്പുട്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായിരിക്കും നമ്മളുടെ ഏത് പ്രവൃത്തിയിലെ ബിസിനസ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് 100% നമ്മളുടെ ഔട്ട്പുട്ട് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ, ഹാർട്ട് ആൻഡ് സോൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും. അതിലൊരു സംശയമില്ല. വിശേഷങ്ങൾ നമ്മൾ എന്താ പറയുക മെഡിക്കൽ സംബന്ധമായിട്ടും അല്ലേ, ആരോഗ്യപരമായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയും അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇനി കൂടുതൽ ബ്രാഞ്ചുകളും പിന്നെ എന്താ പറയാ ഒത്തിരി പേഷ്യൻസും എല്ലാവർക്കും ഇതിനെങ്കിലും ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.